ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിനും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ടെഹ്റാനിൽ ഓയിൽ ഡിപ്പോ ലക്ഷ്യമിട്ട ആക്രമണം, എണ്ണ ശുദ്ധീകരണശാലയിൽ ഉൾപ്പെടെ തിരിച്ചടി നൽകി ഇറാനും. ടെലവീവിലും ആക്രമണം ശക്തമാക്കി. ഇറാനിൽ 20 കുട്ടികളടക്കം 80 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. വിനിത വേണു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വിനിത, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ആക്രമണം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു പരിഹാര ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെയൊക്കെ വിപരീതമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ശ്രുതി, രൂക്ഷമായ ആക്രമണമാണ് രണ്ടാമത്തെ രാത്രിയും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിരോധ കേന്ദ്രങ്ങളും ഒപ്പം എണ്ണപ്പാടങ്ങളും ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ ശുദ്ധീകരണശാലയിൽ ഉൾപ്പെടെ, ഇറാനിലെ എണ്ണപ്പാടത്തിൽ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിലൊപ്പം ഇറാന്റെ സൈനിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്നു. ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഇസ്രായേലിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡ് കേന്ദ്രമായ കിരിയയിലേക്കും മറ്റ് നഗരങ്ങളിലേക്കുമൊക്കെ തുടർച്ചയായ മിസൈൽ വർഷം ഇറാൻ നടത്തുന്നുണ്ട്. നാവികസേനയുടെ പ്രധാന കേന്ദ്രമായ ബന്ദർ അബ്ബാസിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതായി ഇറാൻ സ്ഥിരീകരിക്കുന്നു. ഏതായാലും രൂക്ഷമായ ആക്രമണം തന്നെയാണ് തുടരുന്നത്. ഇറാന്റെ പാർസ് റിഫൈനറി എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അവിടെയാണ് രൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ഒപ്പം ഊർജ്ജ കേന്ദ്രങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഇങ്ങനെ 3 ഇടങ്ങളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക മേഖലയെ തന്നെ തകർക്കുക എന്നതാണ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ആക്രമണം. ഈ ഗ്യാസ് ഫീൽഡിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നോക്കൂ ശ്രുതി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എണ്ണപ്പാടങ്ങളാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാന്റെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് എണ്ണപ്പാടങ്ങളാണ്. ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ആക്രമണം നടത്തുമ്പോൾ ആഗോള വിപണി ഇത് ബാധിക്കും. എണ്ണ വില ഉയരുന്നതിന് ഇത് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടങ്ങളിൽ എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ എണ്ണ ശുദ്ധീകരണശാലകളെല്ലാം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ആശങ്കയുടെ മണിക്കൂറുകളിൽ തന്നെയാണ് ലോകം കടന്നു പോകുന്നത്. കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷം ഇത്രയധികം രൂക്ഷമായാൽ അത് വലിയ പ്രത്യാഘാതം ലോകരാജ്യങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഇറാനിൽ ഇന്നലെ തന്നെ 78 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ 80 എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ 20 പേർ കുട്ടികളാണ് എന്നുള്ള ദാരുണമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ശ്രുതി, നമ്മൾ ഗാസയിൽ ഉൾപ്പെടെ കണ്ടതാണ്. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. ഇപ്പോൾ ഇറാനിൽ കൊല്ലപ്പെട്ടവരിൽ 20 കുട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇസ്രായേലിൽ ടെല്ലവീവും ഹൈഫ എന്ന വടക്കൻ നഗരവും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്, ഒപ്പം ജെറുസലേമും, ഈ 3 ഇടങ്ങളിലാണ് ഇറാൻ രൂക്ഷമായ ആക്രമണം നടത്തുന്നത്. ടെല്ലവീവിൽ ആക്രമണം ശക്തമാണ്. വലിയ സൈറനുകളൊക്കെ മുഴങ്ങുന്നുണ്ട്. ആളുകളോട് ബങ്കറുകളിൽ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലാണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രത്തലവനും എല്ലാം ഉള്ളത്. കാരണം ഇറാന്റെ പരമോന്നത സൈനികരെ ഉൾപ്പെടെ വധിച്ച സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈഫയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ഹൈഫയിലുണ്ടായ ആക്രമണത്തിൽ, അവിടെ എണ്ണ ശുദ്ധീകരണശാലയിലും സമീപത്തും ഉൾപ്പെടെ ഉണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരസ്പരം പോർവിളിയും തുടരുകയാണ്. ടെഹ്റാൻ കത്തിക്കും, ആയത്തുള്ള ഖമൈനിയുടെ അധികാര പരിധിയിലുള്ള ഓരോ ഇടങ്ങളിലും ആക്രമണം നടത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഒപ്പം ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നു. പക്ഷേ ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേലിന് സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇറാനും അറിയിക്കുന്നത്. ശ്രുതി.
അതായത് ഇറാൻ തിരിച്ചടി ശക്തമായിരിക്കും, അത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജ്ജമാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതിന് മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഇറാൻ അയച്ച ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ അയച്ച ഏതാണ്ട് എല്ലാ ഡ്രോണുകളും ഇസ്രായേലിന്റെ ഈ അയൺ ഡോം എന്ന ആകാശ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ കവചം അത് തടയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ളത് പോലെയല്ല ഇറാന്റെ ഒരു പ്രതിരോധം എന്നുള്ളതാണ്. അതിലും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണേണ്ടതല്ലേ ഈ സാഹചര്യത്തിൽ? ശ്രുതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഓരോ ഇടങ്ങളിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാനും ശക്തമായ തിരിച്ചടി നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായതാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം. ഓരോ മിസൈലുകൾ വർഷിക്കുമ്പോഴും അതിന് തിരിച്ചടി നൽകാൻ ശക്തിയുള്ളതാണ്, അല്ലെങ്കിൽ ആ മിസൈലുകളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശക്തിയുള്ളതാണ് അയൺ ഡോം. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും പതിവിന് വിപരീതമായി IDF അവരുടെ ആക്രമണത്തിൻ്റെയും ഈ പ്രത്യാക്രമണത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ മിസൈലുകൾ തുടർച്ചയായി മിസൈലുകൾ വർഷിക്കുകയാണ്. അത് അയൺ ഡോമിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പ്രാപ്തമാകുന്നതിനപ്പുറം മിസൈലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഹൈഫയിലും ജെറുസലേമിലും ഉൾപ്പെടെ ആക്രമണം ഉണ്ടാവുകയും അല്ലെങ്കിൽ മിസൈലുകൾ പതിക്കുകയും ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കിരിയ കോമ്പൗണ്ടിൽ ഉൾപ്പെടെ ആക്രമണം നടത്താൻ ഇറാൻ അല്ലെങ്കിൽ മിസൈലുകൾ അവിടെ എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ ശക്തമായ കരുത്ത് കാണിക്കുന്നു എന്നത് തന്നെ പറയണം. ഇറാൻ അയച്ച ഏതാണ്ട് എല്ലാ ഡ്രോണുകളും അയൺ ഡോം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഭേദിച്ചുകൊണ്ട് മിസൈലുകൾ സൈനിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ ഹിസ്ബുള്ളയായാലും ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയായാലും യമനിൽ നിന്ന് ഹൂതികളായാലും ഒക്കെ തന്നെ ഡ്രോണുകൾ അയച്ച് ആക്രമണം നടത്താൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയൊക്കെ അയൺ ഡോം വലിയ കരുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ സൈനിക ആയുധങ്ങളെ തടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ ഇറാൻ്റെ ഈ ആയുധങ്ങളുടെ ആയുധശേഷിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രുതി, വിനിത, അതായത് ഇതിപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ എന്നുള്ളത് ഒരു പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധമായിരിക്കില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മിസൈലുകൾ അല്ലെങ്കിൽ ഈ പോർ വിമാനങ്ങളൊക്കെ പരസ്പരമുള്ള പോരടിച്ചുകൊണ്ടുള്ള ഈ ആകാശ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് അത്രത്തോളം ശക്തമായിരിക്കും അങ്ങനെ വരുമ്പോൾ? തീർച്ചയായും വലിയ ആക്രമണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ രണ്ടു കൂട്ടരും കരുത്തരാണ്. ആയുധശേഷി അത്രത്തോളം ഉണ്ട് അവർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇറാൻ്റെ ആണവശേഷി അത് എത്രത്തോളം ഉണ്ട് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഇതുവരെ ഉണ്ടായതായി നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല. ചില ആണവ കേന്ദ്രങ്ങളിലേക്ക് മുകൾ ഭാഗത്ത് നേരിയ തകർച്ചയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഭൂഗർഭ അറകളെല്ലാം തന്നെ സുരക്ഷിതവുമാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുകയോ ഏതെങ്കിലും തരത്തിൽ അണു ആയുധം ഉപയോഗിക്കുകയോ ചെയ്താൽ അത് ഇസ്രായേലിന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേലിനാണെങ്കിൽ അമേരിക്കൻ പിന്തുണയുണ്ട്, ഒപ്പം അവരുടേതായ നിരവധി ആയുധങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഇനിയും യുദ്ധം നീണ്ടാൽ അത് അത്ര കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. ശ്രുതി, തീർച്ചയായിട്ടും അത് വളരെ ശക്തമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു സാഹചര്യം, യുദ്ധത്തിന്റെ വക്കിൽ തന്നെ എത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത് ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെ അല്ലെങ്കിൽ അതീവ ആശങ്കയോടെ തന്നെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. സമാധാന ശ്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? ശ്രുതി, ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുമ്പോൾ ഈ എണ്ണ വില ഉയരും, ആഗോള വിപണിയെ അത് ബാധിക്കുമെന്നുള്ള ആശങ്കയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണം അല്ലെങ്കിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് തന്നെ 9% എണ്ണവില ഉയർന്നത്. ഇപ്പോൾ എണ്ണ ശുദ്ധീകരണശാലകളുടെ പ്രവർത്തനം നിർത്തിവെച്ച സ്ഥിതിക്ക് കൂടുതൽ എണ്ണവില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല പശ്ചിമേഷ്യ യുദ്ധത്തിൽ സംഘർഷം ഉണ്ടാകുന്നത് ആഗോള സാമ്പത്തിക നിലയെ തന്നെ ബാധിക്കും. അറബ് രാജ്യങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. ഇന്നലെ തന്നെ ഖത്തർ അമീറും സൗദി കിരീടാവകാശിയും ഒക്കെ തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ നടക്കുന്നു എന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് തൻ്റെയും പുടിൻ്റെയും നിലപാട് എന്നുകൂടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി സൗദി കിരീടാവകാശി സംസാരിച്ചിട്ടുണ്ട്. നയതന്ത്ര പരിഹാരം വേണം എന്നുള്ള നിലപാടെടുക്കുകയാണ് ഖത്തറും. ഏറ്റവും പ്രധാനം ഇതിൽ ആണവ നിരായുധീകരണത്തിനായി ഇറാൻ അമേരിക്ക ചർച്ച, 6ാം വട്ട ചർച്ച ഇന്ന് ഒമാനിൽ നടക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചർച്ച എന്ന നിലപാട് അല്ലെങ്കിൽ അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കുള്ള എല്ലാ വാതിലും അടഞ്ഞുവെന്ന് ഇറാൻ നിലപാടെടുത്തതോടുകൂടി ഒമാനിലെ ചർച്ച റദ്ദാക്കിയിരിക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വരുന്ന പുതിയ അപ്ഡേറ്റ്, സിറിയൻ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇറാന്റെ വ്യോമപാത കഴിഞ്ഞ ദിവസം തന്നെ
അടച്ചതുമാണ്. ഏതായാലും സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. അറബ് രാജ്യങ്ങളുടെ ഇടപെടലിൽ തന്നെയാണ് നമുക്ക് ഒരു പ്രതീക്ഷ. ശ്രുതി, പിന്നെ അതിനൊപ്പം തന്നെ ഈ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം മാറുമോ എന്നൊരു ആശങ്ക ഇന്ത്യക്കുമുണ്ട്. അതുതന്നെ ഈ ഇന്ത്യ അല്ലെങ്കിൽ ഇറാൻ വ്യോമമേഖല അടച്ചത് പോലും ഇന്ത്യയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇന്ത്യയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യ ഇനിയിപ്പോൾ ഇത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അത് അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? ശ്രുതി, ഏറ്റവും പ്രധാനം ലോകരാജ്യങ്ങളെയൊക്കെ ബാധിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ട്. മാത്രമല്ല, ഇസ്രായേലിൽ നിരവധി ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇസ്രായേൽ. അപ്പോൾ യുദ്ധം രൂക്ഷമായ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിലും ഉണ്ട് നഴ്സുമാർ ഉൾപ്പെടെ, മലയാളി നഴ്സുമാർ ഉൾപ്പെടെ ആ മേഖലയിലുമുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെയുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനം, ഇപ്പോൾ G7 ഉച്ചകോടി നടക്കാൻ പോവുകയാണ് കാനഡയിൽ. അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കുകയാണ്. ആദ്യം സൈപ്രസിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതിന് പിന്നാലെ കാനഡയിലേക്ക് പോകും. അവിടെ G7 ഉച്ചകോടിക്കിടെ ലോകരാജ്യ നേതാക്കളുമായി അദ്ദേഹം G7 രാഷ്ട്രങ്ങൾ തലവന്മാരുമായി വിഷയം സംസാരിക്കും. ഇന്ത്യയുടെ നിലപാട് അറിയിക്കും. സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ അറിയിക്കുക. മറ്റൊരു പ്രാധാന്യം കൂടി ഈ സന്ദർശനത്തിനുണ്ട്. കാരണം നയതന്ത്ര ബന്ധം വഷളായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനുശേഷമുള്ള ആദ്യത്തെ സന്ദർശനം എന്ന പ്രത്യേകതയുമുണ്ട്. 5 ദിവസമാണ് പ്രധാനമന്ത്രി വിദേശത്ത് തുടരുക. ക്രൊയേഷ്യയിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനം കൂടിയാണ്. ഏതായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ കൃത്യമായ നിലപാടുണ്ട് ഇന്ത്യക്ക്. സമാധാനം പുനഃസ്ഥാപിക്കണം എന്നത് തന്നെയാണ്. ശ്രുതി, ഒരു പുതിയ അപ്ഡേറ്റ് കൂടി നൽകാനുള്ളത്, ഗാസയിൽ ഇപ്പോഴും രൂക്ഷമായ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പശ്ചിമേഷ്യ ഏതാണ്ട് കത്തുകയാണ് എന്ന് തന്നെ നമ്മൾ പറയണം. ശ്രുതി, ശരി, വിനിത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ സംഘർഷത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്, ആശങ്കയൊഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്.